ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി അംബ്രല കട്ട് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നിർബന്ധമായിട്ടും വേണമെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് വീഡിയോ കാണുക. അതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പലാസോ പാൻറ്റ് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച അംബ്രല കട്ട് പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മെയിൻ പീസ് ആയിട്ടുള്ള നെറ്റ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ലൈനിങ് പീസായിട്ട് നമ്മൾ ഈ ഒരു ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കട്ടിങ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിങ് പ്രകാരം നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റിൻ്റെ അടിവശത്ത് നമുക്ക് ഇതുപോലെ ചെറിയൊരു പാച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് തുണിക്കഷ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നെറ്റിൻ്റെ കഷ്ണം നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ക്രേപ്പിൻ്റെ മെറ്റീരിയലിനകത്ത് ഇതുപോലെ രണ്ട് കഷ്ണം നമ്മൾ പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പട്ട വരുന്ന ഭാഗത്ത് ജോയിൻ ചെയ്യാനുള്ള നമ്മൾ ആ ഒരു പട്ടക്ക് കവർ ചെയ്യാനുള്ള രണ്ട് നെറ്റിൻ്റെ ഫാബ്രിക് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, പട്ട എല്ലാം കട്ട് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ക്രേപ്പ് ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലായിട്ട് വരുന്നത്, നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അടിവശം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്കേർട്ടിൻ്റെ മോഡൽ അടിക്കുന്ന സമയത്ത് ഒരു തുണിക്ക് ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് കുറവ് വരും. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ മെയിൻ പീസായിട്ട് നമ്മൾ ഈ ഒരു നെറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. അപ്പോൾ നെറ്റ് ഫാബ്രിക്കിനകത്തും ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് മെറ്റീരിയലാണ് നമ്മൾ മെയിനായിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസ് നെറ്റ് ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യം തന്നെ അരഭാഗമാണ് റെഡിയാക്കേണ്ടതുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു അരഭാഗം വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോച്ച് ഏരിയയാണ് നമുക്ക് രണ്ടാമതായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്നത്. അപ്പോൾ അരഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ പാടെ നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ക്രോച്ച് ഏരിയയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മെയിൻ പീസും അതായത് നെറ്റും അതുപോലെ ലൈനിങ്ങും ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ആദ്യം അരഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ ക്രോച്ച് ഏരിയയാണ് നമ്മൾ ഇതിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു ക്രോച്ച് ഏരിയ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമ്മളിതേ ഫസ്റ്റ് ക്രോച്ച് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ക്രോച്ച് ഏരിയൻ്റെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, രണ്ട് സൈഡും നെറ്റും ലൈനിങ് കൂടാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ. നമ്മൾ അരഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ക്രോച്ച് ഏരിയ വരുന്ന ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു പീസ് വരും, രണ്ടാമത്തെ സൈഡിലേക്കുള്ള പീസ് വരും. അത് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലൈനിങ്ങും മെറ്റീരിയലൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ വരും. ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ക്രോച്ച് ഏരിയ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ലെഗിൻ്റെ ക്രോച്ച് ഏരിയ എടുക്കുക. അതുപോലെ രണ്ടാമത്തെ ലെഗിൻ്റെ ഈ ഒരു ക്രോച്ച് വരുന്ന ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റത്തെ ഒരെണ്ണത്തിൻ്റെ ക്രോച്ച് ഏരിയ രണ്ടാമത്തെ തുണിയുടെ ക്രോച്ച് ഏരിയ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഓരോന്നിൻ്റെയും ഓരോ ക്രോച്ച് ഏരിയയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു സൈഡ് ഫ്രീ ആണ്, മറ്റേ സൈഡ് മാത്രമേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നമ്മളൊരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടോ, നമ്മൾ നിവർത്തി വെക്കുക. നമ്മളിതൊന്ന് മടക്കി അടിക്കണം. മടക്കി അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നൂല് വരുന്ന ഭാഗമുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് മടക്കി അടിച്ചപ്പോൾ ഈ ഒരു നൂലിൻ്റെ എൻഡ് വരുന്ന ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നേരെ ഇതുപോലെ മടക്കിയിട്ട് വേണം രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നൂല് പൊങ്ങി വരുന്ന ഭാഗം എല്ലാം ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ യാതൊരു ഇറിറ്റേഷനോ അല്ല തുണിക്കൊരു ഡാമേജോ ഒന്നും ഉണ്ടാവില്ല. നൂല് പൊങ്ങി പോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. അത് ഇതുപോലെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തതിന് ഇനി നല്ല വശത്ത് ഇട്ട് കൊടുക്കുക. നല്ല വശത്ത് എന്ത് ചെയ്യുക, നേരെ ബാക്ക് സൈഡിൽ ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല വശത്തിട്ട് നമ്മൾ ഇതുപോലെ
ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് നൂല് പൊങ്ങിപ്പോരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ തയ്യൽ തുമ്പ് തട്ടുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ഇന്നർ ഔട്ടറൊക്കെ കിട്ടുന്നതാണ്. അത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു ക്രോച്ചേരിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടോ ഇതുപോലെ നമ്മൾ ക്രോച്ചേരിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ പട്ടയുടെ ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ രണ്ടാമത്തെ ക്രോച്ചേരിയ പട്ട വെച്ചതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ ക്രോച്ചേരിയുടെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പട്ടയ്ക്ക് വേണ്ടി നമ്മൾ നെറ്റ് നേരത്തെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ ഫാബ്രിക് നിൽക്കുന്നത്. വൺ സൈഡ് നമ്മൾ ക്രോച്ചേരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ സൈഡ് ഫ്രീ ആണ്. രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പട്ട വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് പട്ട സെറ്റാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേ പട്ടൻ്റെ ഭാഗം ഇതുപോലെ ഉണ്ടോ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പട്ടൻ്റെ ഭാഗം നമ്മൾ മെയിൻ പീസ് ആയത് നമ്മൾ നെറ്റൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ തുണി വിരിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ പട്ട വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പട്ടയുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പട്ടൻ്റെ ഭാഗം നേരെ ഫ്രണ്ടിലേക്ക് മറിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മറിച്ച് വെച്ചിട്ട് നല്ല വശത്തൂടെ ആ തയ്യൽ തുമ്പ് നല്ലപോലെ ഒന്ന് പതിഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഓക്കെ, ഉണ്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തൂടെയാണ്. കാരണം നമ്മൾ ആ ബാക്ക് സൈഡിലെ തയ്യൽ തുമ്പിൻ്റെ മുകളിലൂടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് നല്ലപോലെ പതിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അരഭാഗമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. യാതൊരു ഇറിറ്റേഷനൊന്നും തോന്നാത്ത രീതി നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു തയ്യൽ തുമ്പ് നല്ലപോലെ പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പട്ടൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ക്രോച്ചേരിൻ്റെ ഭാഗം റെഡിയാക്കാനുണ്ട്. ക്രോച്ചേരിൻ്റെ ഭാഗം റെഡിയാക്കിയ ശേഷം ബാക്കി പട്ടൻ്റെ ഭാഗം കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്രോച്ചേരിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അറ്റാച്ച് ചെയ്ത് ആ പട്ടൻ്റെ ഭാഗം മുതൽ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. ഇനി നമ്മുടെ ആ ഒരു തുണിയുടെ എൻഡ് വശം കവർ ചെയ്യുന്ന രീതിയിൽ നിവർത്തി വെക്കുക. എന്നിട്ട് അതിന് ശേഷം എൻഡ് വശം കവർ ചെയ്യുന്ന രീതിയിൽ നേരെ തയ്യൽ തുമ്പ് മടക്കി കൊടുക്കുക. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു തുണിയുടെ എൻഡ് വശം അതിനകത്തേക്ക് ഉള്ളിലേക്ക് പോയിട്ട് കവറായിട്ട് നിൽക്കുന്നതാണ്. അപ്പം പുറത്തോട്ടേക്ക് കാണില്ല. അപ്പം നൂല് പൊങ്ങി വരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ക്രോച്ചേരി നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ക്രോച്ചേരി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ഉള്ളിലൂടെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വശത്തിട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശത്തൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതേ നല്ല വശത്തിട്ടുണ്ട്. നല്ല വശത്തിൻ്റെ ഒരു എൻഡിലൂടെ കൂടി സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ക്രോച്ചേരിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആകുന്നതാണ്. കണ്ടോ, ഇത് ഇതുപോലെ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ക്രോച്ചേരിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി പട്ടൻ്റെ ഭാഗം ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ അലാസ്റ്റിക് ഇടാനുള്ള ഹോളാണ് നമുക്കിനി റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു പട്ടയുടെ ഭാഗം മടക്കി അടിക്കണം. അപ്പോൾ എൻ്റെ വശം നമ്മളിപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പട്ട മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് മടക്കണം. കാരണം എലാസ്റ്റിക് അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ എലാസ്റ്റിക് നമ്മൾ 1 ഇഞ്ചാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിൻ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ എലാസ്റ്റിക് പിരിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് എലാസ്റ്റിക്കിൻ്റെ വീതി കണക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തീരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഫുള്ളായിട്ട് ടച്ച് ചെയ്യരുത്. ചെറിയൊരു ഗ്യാപ്പ് വിട്ട് നിർത്തണം. കാരണം നമ്മൾ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറ്റി വിടാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോള് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മൾ അലാസ്റ്റിക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹോള് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തുന്നുണ്ട്. കേട്ടോ, ഇതുപോലൊരു ഗ്യാപ്പ് നമ്മൾ അവിടെ ഹോള് നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കെട്ടിട്ടെടുക്കാം. ഓക്കെ,
ഇനി നമ്മുടെ എത്രയാണോ എലാസ്റ്റിക് ഇടുന്നത് അതിന് നമ്മൾ ഇതിനകത്തൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു കമ്പി കഷ്ണത്തിൻ്റെ എൻഡിൽ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ എൻഡ് വശം കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഒരു ഹോൾസിനകത്തൂടെ കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ടാമത്തെ എൻ്റെ എലാസ്റ്റിക്കിൻ്റെ രണ്ടാമത്തെ എൻ്റെ തുണിയുടെ എൻ്റെ വശത്ത് അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി ഭാഗം തള്ളി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് ഭാഗം ഇതുപോലെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എലാസ്റ്റിക് രണ്ടെണ്ണം നല്ലപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, കാരണം വിട്ട് പോരാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എലാസ്റ്റിക് രണ്ടെണ്ണം ജോയിൻ ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എലാസ്റ്റിക് പിരിഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം മാത്രം ഈ ഒരു ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ രണ്ടെണ്ണം കൂടെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എലാസ്റ്റിക് കവർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ വെച്ച എലാസ്റ്റിക് കയറ്റാൻ വെച്ച ആ ഒരു ഗ്യാപ്പ് ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, എലാസ്റ്റിക് വെക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടില്ലേ, ആ ഒരു ഹോള് നമ്മൾ ക്ലിയർ ആയിട്ട് എലാസ്റ്റിക് കൂടാണ്ട് എലാസ്റ്റിക്കിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് അതിനകത്ത് സെക്യൂർ ആവും. എലാസ്റ്റിക് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക് തൊടാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, നമ്മളിത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് കറക്റ്റ് അതിനകത്ത് സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫോൾഡിങ് എല്ലാം നല്ല കറക്റ്റായിട്ട് എലാസ്റ്റിക്കിന് എല്ലാ സൈഡിലേക്കും ഒരുപോലെ നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് വലിച്ചെടുത്താൽ ആ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് എലാസ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടുന്നതാണ്. അതിനുശേഷം ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ തുണി ഒന്ന് വലിച്ചു കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ വലിച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് ആ ഒരു ഫോൾഡിങ് ത്രൂ ഔട്ട് നമുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിലാണ് സാധാരണ എല്ലാ എലാസ്റ്റിക്കും നമ്മൾ വെക്കുക കേട്ടോ. ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് സ്കേർട്ടിനൊക്കെ നമുക്ക് എലാസ്റ്റിക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ടോ, നല്ല നീറ്റായിട്ട് ആ ഒരു ഫോൾഡിങ് എല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോച്ചേരിൻ്റെ ഭാഗത്തേക്ക് വരാം. ക്രോച്ചേരിൻ്റെ ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിന് രണ്ട് ക്രോച്ചേരിയും ക്രോസ് ആയിട്ട് നമ്മൾ ഈ ഒരു അടിവശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അടിവശം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു കോണ് വശത്ത് നിന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച്, അതുപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് ഒരു 3 ഇഞ്ച്, അത്രയും മതി. 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ മതി. അത്രയും ഏരിയ നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും അറ്റാച്ച് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ നെറ്റ് ഫാബ്രിക്കും ഈ ഒരു നമ്മുടെ ലൈനിങ് പീസും ഒരുമിച്ച് ഇത്ര ഏരിയയിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു കോണ് വശം വരുന്ന ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് താഴോട്ടേക്ക് പോകുന്ന ഏരിയയിൽ നമ്മൾ ലൈനിങ്ങും നെറ്റും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാരണം നമ്മൾ നല്ല സ്കേർട്ടായിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കാൻ വേണ്ടി രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൂട് വശം വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഫാബ്രിക്കും നെറ്റ് ഫാബ്രിക്കും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ആ ഒരു കോൺ വശത്ത് നിന്ന് രണ്ട് സൈഡിലേക്ക് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അത്രയും മതി. അപ്പോൾ ഇതുപോലെ ഒരു പോയിന്റ് മുതൽ നമ്മൾ മാർക്ക് ചെയ്ത് രണ്ടാമത്തെ പോയിന്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ അടിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചൂടെ ഇതുപോലെ തുണി തിരിച്ച് വെച്ച് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഇത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നെറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ നെറ്റ് വേറെയും അതുപോലെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിന്റിനകത്ത് നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്കുള്ള ഭാഗത്ത് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് ഭാഗവും മേലോട്ടേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെറ്റ് ഫാബ്രിക് മാത്രമായിട്ട് നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ചെയ്ത പോയിന്റ് മുതലുണ്ട്, ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടുന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഇത് നെറ്റിൻ്റെ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. പാൻ്റ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം. നമ്മളിവിടെ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നെറ്റ് മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് പീസ് മാത്രം വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ലൈനിങ് പീസ് ഇതുപോലെ 2 ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നല്ല ലൈനിങ് സ്റ്റിച്ച് ചെയ്യുക, പോയിന്റിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ, നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് ഇതുപോലെ എൻഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ് കുറച്ച് മാറിയിട്ടാണ് ആ ഒരു പോയിന്റ് ചെയ്ത് നിർത്തിയത്, കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എൻഡിലൂടെ നെറ്റ് കൂടാണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു
നമ്മുടെ അംബ്രല സ്കേർട്ട് പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ അടിവശം കൂടെ നമ്മൾ ഇതുപോലെ ലൈനിങ്ങും നെറ്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അടിവശം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അടിവശം നല്ല ഫ്ലെയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള എലാസ്റ്റിക്കും അതുപോലെ തന്നെ താഴോട്ടേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു അംബ്രല കട്ട് പലാസോ പാൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് തീർച്ചയായിട്ടും പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.